പ്രൈസ് ദി ലോർഡ്. റോമാലേഖനം 12-ാം അധ്യായം 21-ാം വാക്യം. തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. ദൈവത്തിൻ്റെ ആത്മാവ് രാവിലെ സമയം ശക്തമായി നമ്മെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്, മനുഷ്യരായി ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ആത്മീയനാണെങ്കിലും പലപ്പോഴും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ വരുന്നു. എന്നാൽ ദൈവാത്മാവ് രാവിലെ സമയം ഓർപ്പിക്കുന്നു, തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്, നന്മയാൽ തിന്മയെ ജയിക്കുക. ശത്രുവിനോട് നാം പോരാടിയാൽ ജയിക്കുകയില്ല. നമ്മുടെ ശത്രുക്കളെ സ്നേഹിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ പ്രബോധിപ്പിക്കുന്നു. യേശു കർത്താവിൻ്റെ പഠനത്തിൽ പഠിപ്പീരിൽ ഏറ്റവും പ്രധാനമായ ഉപദേശങ്ങളൊന്നായിരുന്നു നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ എന്നുള്ളത്. പലപ്പോഴും ഇത് നമുക്ക് കഴിയാതെ വരുന്നു. എന്നാൽ നമ്മളൊരു തികഞ്ഞ ആത്മീയരാണോ, ദൈവീയ കൽപ്പനകളെ പ്രമാണിക്കുന്നവരാണോ എന്ന് നമ്മെ തന്നെ ശോധന ചെയ്യുന്നതിൽ ഒന്നാമത്തെ ഒരു കാര്യമാണ് ശത്രുക്കളെ സ്നേഹിപ്പാനുള്ളൊരു നല്ല മനസ്സ് നമുക്കുണ്ടാകുക എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, നാം തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നുവെങ്കിൽ നാമും നമ്മുടെ ശത്രുവും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന നന്മയിലേക്ക് നമുക്ക് കടക്കുവാൻ കഴിയുന്നതുമല്ല. കാരണം ദൈവം മുഖപക്ഷമുള്ള ദൈവമല്ലല്ലോ. ദൈവീയ കൽപ്പനകളെ പ്രമാണിക്കാത്ത ഒരുവന് ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്ന നന്മയിലേക്ക് കടക്കുവാൻ കഴിയുകയില്ല. ദൈവം നമ്മോട് പറയുന്നു, നന്മയാൽ നിങ്ങൾ തിന്മയെ ജയിക്കണം, ശത്രുക്കളെ നിങ്ങൾ സ്നേഹിക്കണം, നിങ്ങൾക്ക് പ്രതികാരം ചെയ്യുന്നവരോട് പകരം ചെയ്യുവാൻ പോകരുത്, നിങ്ങളെ ദുഷിക്കുന്നവരെ നിങ്ങൾ ദുഷിക്കരുത്. ഈ വകയൊക്കെയും ഒരു ആത്മീയൻ്റെ തികഞ്ഞ ഗുണങ്ങളിൽ പ്രധാനമായതാണെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. ഒരു ദാവീദിന് പലപ്പോഴും അവസരം കിട്ടി ശൗലിനെ തകർത്ത് കളയുവാൻ. ശൗലോ അനേക പ്രാവശ്യം വഞ്ചിക്കുന്ന രീതിയിലും അല്ലാതെ ഒരു രാജാവായ രീതിയിലും പുറകെ നടന്ന് ഉപദ്രവിക്കുവാൻ ഒത്തിരി പ്രയത്നിച്ചു. എന്നാൽ അവസരങ്ങളെല്ലാം മുന്നിൽ വന്നിട്ടും ഒരിക്കൽ യഹോവയാൽ അഭിഷിക്തനായവനാണ് ശൗൽ, അവൻ്റെ മേൽ ഞാൻ കൈവെക്കയില്ല എന്ന് പറഞ്ഞ് ദാവീദ് അവിടെ ഒന്ന് മാറിപ്പോയി. ശൗലിൽ നിന്ന് ഉപദ്രവങ്ങൾ ഹേതുവായി താൻ ദുഃഖിച്ച് നടക്കേണ്ടി വന്നപ്പോഴും താൻ ശൗലിനോട് പകരം ചെയ്യാൻ പോകാതെ യഹോവയുടെ കൽപ്പനകളിൽ തന്നെ നിൽക്കുവാൻ ദാവീദിനിടയായി. ആ ദാവീദിനെ പിന്നത്തേതിൽ ഇസ്രായേലിൻ്റെ രാജാവായി 40 വർഷക്കാലം ഭരിക്കുവാൻ ദൈവം അനുവദിച്ചു. ദാവീദോ എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന് ദൈവം സാക്ഷ്യം പറയുന്നു. രാവിലെ സമയം പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നു, പ്രിയപ്പെട്ടവരെ, പകരത്തിന് പകരവും പ്രതികാരത്തിന് പ്രതികാരവും ചെയ്യാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കേണ്ടതിന് നാം പകരത്തിന് പകരം ചെയ്യരുത്, ശത്രുക്കൾക്കും നന്മ ചെയ്യുക, നന്മയാൽ തിന്മയെ ജയിക്കുക, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ വക ചെയ്യുമ്പോൾ നാം ദൈവരാജ്യത്തിൻ്റെ അവകാശികളായി ദൈവം നമ്മെ സ്നേഹിക്കുകയും നിങ്ങൾ എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യരെന്ന് ദൈവം പറയുവാനിടയായിത്തീരുകയും ചെയ്യും. ആകയാൽ ആ സൗഭാഗ്യകരമായ അവസ്ഥയിലേക്ക് പോകേണ്ടതിന് തിന്മയ്ക്ക് പകരം നന്മ ചെയ്യുക, തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്. ആമേൻ.